സംഖ്യാപുസ്തകം അദ്ധ്യായം 23. അനന്തരം ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലെയാമും ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലെയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും, അവൻ എന്നെ ദർശിപ്പിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കും എന്ന് പറഞ്ഞ് കുന്നിന്മേൽ കയറി. ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി. ബിലെയാം അവനോട്, ഞാൻ 7 പീഠം ഒരുക്കി ഓരോ പീഠത്തിന്മേൽ 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ ഒരു വചനം ബിലെയാമിൻ്റെ നാവിന്മേലാക്കി കൊടുത്തു. നീ ബാലാക്കിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണം എന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബ്യ പ്രഭുക്കന്മാർ എല്ലാവരും ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്, ബാലാക്ക് എന്നെ ആരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വപർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രയേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിൻ്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രയേലിൻ്റെ കാലംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ബാലാക്ക് ബിലെയാമിനോട്, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? എൻ്റെ ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്, നീയോ അവരെ അനുഗ്രഹിക്കുകയത്രേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവ എൻ്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടായോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണേണ്ടതിന് എന്നോടുകൂടെ വരിക, എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല, അവിടെ നിന്ന് അവരെ ശപിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി 7 യാഗപീഠം പണിത് ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലെയാമിന് പ്രത്യക്ഷനായി അവൻ്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്തരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിൻ്റെ പുത്ര എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയിരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിനു തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവന് ഇര പിടിച്ചു തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അപ്പോൾ ബാലാക്ക് ബിലെയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്നുത്തരം പറഞ്ഞു.
ബാലാക്ക് ബിലയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു.